അല്ല, അത് ആ പറയുന്നതിൽ യാതൊരു കാര്യമില്ലല്ലോ. നിങ്ങൾ 25% ഷെയർ കൊടുക്കാൻ ഗവൺമെൻറ് അംഗീകാരം വേണം. ആ അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് അറിയുന്നില്ലെന്ന് അതല്ലേ പറയുന്നത്. എന്നിട്ട് 49% വിൽക്കുകയല്ലേ. 3000 കോടി കുറവ് ചിലവാക്കിയിട്ട് 13,000 കോടിക്ക് ആ ഷെയർ 29%, അവരെ സംബന്ധിച്ചിടത്തോളം 49% വിൽക്കാൻ തീരുമാനിക്കുന്നു. അവർ പകുതി കൊടുക്കുമ്പോൾ 13,000 കോടി അവർക്ക് നേടാനാവുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ മലയാളം. അതാ പറഞ്ഞ വ്യവസ്ഥ മനസ്സിലായില്ലേ? എന്തായിരുന്നു വ്യവസ്ഥ? 25%-ലധികം വിൽപ്പന നടത്തേണ്ടതുണ്ടെങ്കിൽ ലോക മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ അവർക്ക് പറ്റില്ല. ഗവൺമെൻറ്റിന് സമ്മതം വാങ്ങണം. സമ്മതം വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടുമില്ല. അപ്പോൾ എങ്ങനെയാണ് വിൽക്കാൻ പറ്റുക? അതാണ് കാര്യം. അങ്ങനെ വിൽക്കാൻ സാധിക്കില്ലെന്നല്ല, സാധാരണ രീതിയിൽ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയില്ലാതെ നടത്താൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ഉണ്ടാവരുത് എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതാണ് സംബന്ധിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ, നമുക്ക് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ വളരെ ഗൗരവമുള്ളൊരു പ്രശ്നം, കോടിക്കണക്കിന് മനുഷ്യരെ, പാവപ്പെട്ട മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഇന്നലത്തോടുകൂടി അത് ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി. ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടുകൂടി ഭരണം നടത്തുന്ന ആ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതി നടപ്പിലാക്കിയത്. ദുർബലരായ, പാവപ്പെട്ട, പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്കം, അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതം ഉറപ്പുവരുത്താൻ സാധിക്കുന്ന രീതിയിൽ, ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ ആ മേഖലയിൽ സാധിക്കത്തക്ക രീതിയിൽ ഒരിടപെടലായിരുന്നു അന്ന് വളരെ വ്യക്തമായ ഭരണഘടനാ ഭേദഗതിയിലൂടെ തൊഴിൽ അവകാശമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കിയത്. ഇപ്പോഴും കഴിഞ്ഞ 1-ാം തീയതിയോടുകൂടി ആ പദ്ധതി പൂർണ്ണമായിട്ടും ഇല്ലാതായി. പേര് മാറ്റി എന്നുള്ളത് മാത്രമല്ല, BBG റാംജി എന്ന പേരിട്ടു എന്നുള്ളത് മാത്രമല്ല, തൊഴിൽ ലഭിക്കാനുള്ള അവകാശം അത് ഈ മേഖലയിൽ മൗലികാവകാശമാക്കി മാറ്റിയിരുന്നു. തൊഴിൽ ലഭിക്കാൻ അതിപ്പോൾ മാറ്റിയിരിക്കുകയാണ്. തൊഴിൽ നേടാനുള്ള അധികാരം, അവകാശം അവരെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഭരണഘടനാപരമായ മാറ്റത്തിലൂടെ മൗലികാവകാശം പോലെ കൈകാര്യം ചെയ്തിരുന്ന ഭാഗത്ത് ഈ ഗവൺമെൻറ് ആ കാര്യം പൂർണ്ണമായിട്ട് തൊഴിൽ അവകാശം എന്നുള്ളത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, നടപ്പിലാക്കണമെങ്കിൽ 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റും നൽകണമെന്നാണ്. എങ്ങനെയൊക്കെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രൊജക്റ്റും കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെച്ചിട്ടില്ല. കേരള ഗവൺമെൻറ് അതുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ പോലും ചിലവാക്കേണ്ടുന്ന പണത്തിൻ്റെ ഒരു അംശം മാത്രമാണ് ബാക്കി കൊള്ളിച്ചിട്ടുള്ളത്, ബാക്കി ഒന്നും ചെയ്തിട്ടുമില്ല. പദ്ധതി പൂർണ്ണമായിട്ടും അവതാളത്തിലായിരിക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനത്തിലെ ഗവൺമെൻറ്റുകൾ പോലും ഈ 40% ബാധ്യത ഞങ്ങൾക്ക് ഏറ്റെടുക്കാനാവില്ല എന്ന് പരസ്യമായിട്ട് പറയുന്ന നില സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് RSSും BJPയും സംഘപരിവാർ വിഭാഗങ്ങളും കാണുന്നത് തന്നെ നികൃഷ്ടമായ രീതിയിൽ കാണുന്ന വിഭാഗം, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗം. അവർക്ക് ഈ പട്ടികജാതി, പട്ടികവർഗം, ഗോത്ര വിഭാഗങ്ങൾ, പിന്നോക്ക ജനവിഭാഗം, ഈ ജനവിഭാഗങ്ങളൊന്നും അവർക്ക് കാണാൻ തന്നെ പറ്റുന്നവരല്ല. ചാതുർവർണ്ണ വ്യവസ്ഥ അതേപോലെ തന്നെ വേണമെന്ന് പറയുന്നവരാണ്. അടിമ ജീവിതം ഇതേപോലെ തുടരണമെന്നാണ്. ഈ അടിമ ജീവിതം തുടരണമെന്ന ദാർശനിക കാഴ്ചപ്പാടുള്ള പ്രത്യയശാസ്ത്രമായ ഉള്ളടക്കമുള്ള BJP ഗവൺമെൻറ് നേരത്തെ UPA ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയ തൊഴിൽ അവകാശമായിട്ട് കണ്ട കാര്യം ഒഴിവാക്കി പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിൽ അവരുടെ പട്ടിണി അകറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഈ പദ്ധതി ഇപ്പോഴും പേര് മാറ്റി BBG റാംജിയാക്കി ഒന്നുമല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം. ആ പ്രശ്നത്തിൽ കേരളം ഇന്ന് ശക്തിയായ പ്രതിഷേധത്തിലാണ്. ഇന്ത്യ മുഴുവൻ പ്രതിഷേധത്തിലാണ്. ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധം കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ തീർച്ചയായും കൃത്യമായ അവകാശത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധം വമ്പിച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരണം. കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാട് മാറ്റണം. തൊഴിൽ അവകാശമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കണം. 125 ദിവസത്തെ തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസവും തൊഴിൽ കൊടുക്കാത്ത അവസ്ഥയിലേക്ക് ജനങ്ങളെ പറ്റിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. ഇതാണ് ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള രാജ്യമായ ഇന്ത്യയിൽ
ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർക്ക് ലഭിക്കുന്ന വളരെ ചെറിയ തുച്ഛമായ വരുമാനമാണ് എങ്കിൽ പോലും ആ വരുമാനം പോലും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്കാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിന് വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ബി ജെ പിയുടെ ഈ കാഴ്ചപ്പാട്, അതിൻ്റെ ദർശനപരമായ കാഴ്ചപ്പാട്, ഈ ജനവിഭാഗങ്ങളെല്ലാം എപ്പോഴും ഇതേപോലെ ഈ അടിമതുല്യമായി ജീവിക്കുന്ന കാഴ്ച കാണണം എന്നാഗ്രഹിക്കുന്ന ആ ഒരു ദർശനത്തിൻ്റെയും പ്രത്യശാസ്ത്രത്തിൻ്റെയും പിന്നിലാണ് ഈ രീതിയിൽ ദരിദ്രർക്കെതിരായി, പാവപ്പെട്ടവർക്കെതിരായി ഈ കടന്നാക്രമം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം കൂടി സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഇന്നലെ വന്ന പാർട്ടി പത്രത്തിൽ വിഴിഞ്ഞം LDF സർക്കാരിന്റെ ദീർഘകാല വീക്ഷണത്തിന്റെ കാര്യമാണ് അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അല്ല, അതിലൊന്നും സംശയമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്നും ഇന്നും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ മൂലധനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് സാധിക്കില്ല എന്നൊക്കെ ആദ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു മുതലാളിക്ക് മാത്രം കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾ അംഗീകരിച്ചതല്ല. ഒരു കൺസോർഷ്യത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എല്ലാവരെയും യോജിപ്പിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, നായനാരുടെ ഗവൺമെൻറ് ഉൾപ്പെടെ VSൻ്റെ ഗവൺമെൻറ് ഉൾപ്പെടെ അന്ന് ആലോചിച്ചിരുന്നു. പക്ഷേ അത് അദാനിക്ക് കൊടുത്ത ഒരു കരാർ ഉണ്ടാക്കപ്പെട്ടു. അത് തുടർച്ചയായിട്ട് മുമ്പോട്ടേക്ക് പോയി എന്ന് മാത്രമേ കാണേണ്ടിയുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത് വിഴിഞ്ഞം പദ്ധതി ഇനിയും നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകണം തന്നെയാണ്. അങ്ങനെ പോകുമ്പോൾ വ്യവസ്ഥാപിതമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകണം. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അത് കുത്തവൽക്കരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്. അല്ല, തെറ്റായ എന്ത് വന്നാലും ശരിയല്ലല്ലോ. അതാ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ശരി. അല്ല, കേരളം വിഭാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കേരളത്തിന് 40% തന്നെ മാറ്റിവെക്കുമ്പോൾ 2000-ലധികം കോടി രൂപ വേണം. അപ്പോൾ കേരളത്തിന് മാത്രമായിട്ട് ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പ്രയാസമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ മാറ്റുക വേണ്ടേ. അല്ലാണ്ട് കേന്ദ്ര ഗവൺമെൻറ് മാറ്റാൻ തയ്യാറില്ല, നിങ്ങൾ മാറ്റിക്കുമെന്ന് പറയുന്നത് ശരിയില്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റാണ് മാറ്റേണ്ടത്. യെസ്. ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടാണ് അയാൾ ജയിലിലാണല്ലോ ഉള്ളത്. അപ്പോൾ ജയിലിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം DYFI സംഘടന അവർ സ്വതന്ത്രമായി തീരുമാനിച്ചിട്ടുണ്ടാകും. എന്താണെന്ന് എനിക്കറിയില്ല, ഞാനല്ലല്ലോ അത് തീരുമാനിക്കും. നമുക്ക് നോക്കാം എന്താ അതിൻ്റെ സംഭവം. ശിക്ഷിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ട്. ആ വ്യക്തത വെച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം.